കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹാൻസുവിൻ്റെയും ജിൻചോളിൻ്റെയും മക്കളെ ജൂവിൻ്റെ ആൾക്കാർ പിടിച്ചു വെച്ചിരിക്കുകയായിരുന്നു എന്ന്. ഇതിനുശേഷം ഇന്നത്തെ എപ്പിസോഡ് കാണിക്കുന്നത് കിമ്മും ആ ഉത്തര കൊറിയൻ മേലധികാരിയും തങ്ങളെ വളഞ്ഞ ഏജൻറ്റുമാരെ നേരിട്ട് പോരാടുന്നതോടെയാണ്. അതിനിടയിൽ സാങ് ഇരുവരെയും രക്ഷിക്കാൻ എത്തുന്നു. എന്നാൽ കൂടുതൽ ഏജൻറ്റുമാർ എത്തിയതോടെ പോരാട്ടം കൂടുതൽ ശക്തമാകുന്നു. അതിനിടെ ന്യൂ ഏജൻറ്റ് 66 അവരുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നു. ന്യൂ 66ൻ്റെ ചേട്ടൻ മരിച്ചതിന് കാരണം ആ ഉത്തര കൊറിയൻ മേലധികാരിയാണെന്ന് കിം ഇതിനു മുന്നേ ന്യൂ 66നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉത്തര കൊറിയൻ മേലധികാരിയെ കൊല്ലാൻ വേണ്ടിയാണ് ന്യൂ 66 അവിടേക്ക് വന്നത്. പക്ഷേ കിം ന്യൂ 66നോട് ഒരു കാര്യം പറയുന്നു. തൻ്റെ മകൾ ഇപ്പോൾ വളരെ അപകടത്തിലാണെന്നും എൻ്റെ കൂട്ടുകാരും അവരുടെ കുട്ടികളും അപകടത്തിലാണെന്നും ഇപ്പോൾ നമ്മളെ ഇവിടെ നിന്ന് പോകാൻ അനുവദിച്ചാലേ അവരെ എല്ലാം രക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ എന്നും ആ പുതിയ 66നോട് പറയുന്നു. പ്രതികാരം ചെയ്യാൻ പിന്നീട് അവസരം ലഭിക്കുമെന്ന് ഉറപ്പു നൽകി മിസ്റ്റർ കിം അവരെ വിട്ടയക്കാൻ ന്യൂ 66നെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു. തൻ്റെ മകളെ രക്ഷിക്കാനും ഫ്രണ്ട്സിനെ സംരക്ഷിക്കാനുമാണ് കിം ഇതെല്ലാം ചെയ്യുന്നത്. ന്യൂ 66ന് കിമ്മിനെ വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ അവരെ അവിടെ നിന്ന് പോകാൻ അനുവദിക്കുന്നു. ഇതിനിടയിൽ ലോണ്ടറി ഷോപ്പിൻ്റെ ഉടമ മിസ്റ്റർ ജൂവിനെ കുറിച്ചുള്ള വിവരങ്ങൾ കിമ്മിനെ അറിയിക്കുന്നു. ഇതിനിടെ ആ ഉത്തര കൊറിയൻ മേലധികാരിക്ക് വെടിയേൽക്കുന്നു. അവനെ രക്ഷിക്കാൻ അവർ ജനറലിനെ ബന്ധപ്പെടുന്നു. കിം ഹാൻസുവിനെ ഇതിൻ്റെ ഇടയിൽ വിളിക്കുന്നുണ്ട്. ഹാൻസു ക്ഷമ ചോദിക്കുകയും കുട്ടികളെ രക്ഷിക്കാൻ ഉടൻ വരണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്യുന്നു. കിം മറ്റൊരു കാറിൽ പുറപ്പെടുമ്പോൾ ബാക്കിയുള്ളവർ ആ ഉത്തര കൊറിയൻ മേലധികാരിയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. ഇതിനിടെ മിസ്റ്റർ ജൂവിൻ്റെ ആളുകൾ ഹാൻസുവിനെയും ജിൻചോളിനെയും തടവിലാക്കിയതിൻ്റെ തെളിവുകൾ കിമ്മിനെ കാണിക്കുന്നു. ഹാൻസുവിനെയും ജിൻചോളിനെയും തടവിലാക്കിയ ശേഷം കിമ്മിനെയും അവരോടൊപ്പം കൊണ്ടുവരുന്നു. കുട്ടികളെ ജീവനോടെ വിടണമെങ്കിൽ മിസ്റ്റർ കിമ്മിനെ കൊല്ലണമെന്ന് മിസ്റ്റർ ജൂ ഇരുവരോടും ആവശ്യപ്പെടുന്നു. വളരെ ആലോചിച്ച ശേഷം 3 സുഹൃത്തുക്കളും തമ്മിൽ ശക്തമായ പോരാട്ടം തുടങ്ങുന്നു. 5 മിനിറ്റിനുള്ളിൽ കിമ്മിനെ കൊന്നില്ലെങ്കിൽ കുട്ടികളെ കൊല്ലുമെന്ന് ജൂ ഭീഷണിപ്പെടുത്തുന്നു. പോരാട്ടത്തിനിടെ കിമ്മിന് ഗുരുതരമായി മർദ്ദനമേറ്റെങ്കിലും മിൻജിക്ക് ഇനി അച്ഛനുണ്ടാകില്ല എന്ന ജൂവിൻ്റെ വാക്കുകൾ അവനിൽ പുതിയ ശക്തി നിറയ്ക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ ഹാൻസും ജിൻചോളും കിമ്മിനെ അടിക്കുന്നത് പോലെ അഭിനയിച്ചുകൊണ്ട് പിന്നിലുള്ള വല ദുർബലമാക്കുകയായിരുന്നു. ജൂ അടുത്തെത്തിയപ്പോൾ അവർ ഒരുമിച്ച് വല തകർത്തു. മൂവരും രക്ഷപ്പെട്ട് അവിടെ നിന്ന് പുറത്തേക്ക് കടക്കുന്നു. ജൂവിനെ അടിച്ചൊതുക്കി അതിനുശേഷം അയാളുടെ സെക്രട്ടറിയേക്കും 2 കൊടുത്തതിന് ശേഷം ഹാൻസും ജിൻചോളും കിമ്മും ആ കുട്ടികളെയും രക്ഷപ്പെടുത്തി അവിടെ നിന്ന് പോകുന്നു. കിം കാർ ഓടിച്ച് അവിടെ നിന്ന് പോകുന്നു. ഹാൻസും ജിൻചോളും കുട്ടികളെ ജിൻചോളിൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് സുരക്ഷിതമായി എത്തിക്കുന്നു. പിന്നീട് കാണിക്കുന്ന സീൻ 2 രാജ്യങ്ങളും ചേർന്ന് ഒരു സ്വതന്ത്ര വ്യാപാര മേഖല സ്ഥാപിക്കാൻ ധാരണയിലെത്തുന്നു. ദക്ഷിണ കൊറിയൻ പ്രധാനമന്ത്രി ഉത്തര കൊറിയയ്ക്ക് സംഭവിച്ച കാര്യങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്ന് സൂചിപ്പിക്കുന്ന ഒരു പ്രസംഗം നടത്തുന്നു. തിരിച്ചു പോകുന്ന വഴിയിൽ ഉത്തര കൊറിയൻ പ്രതിനിധി മിസ്റ്റർ കിമ്മിനെയും ആ ഉത്തര കൊറിയൻ മേലധികാരിയെയും വധിച്ചുവെന്ന കള്ളവാർത്ത തുടരാൻ തൻ്റെ സുരക്ഷാ മേധാവിയോട് നിർദ്ദേശിക്കുന്നു. കാരണം സത്യം പുറത്തു വന്നാൽ ഉത്തര കൊറിയൻ ഗവൺമെൻറ് അവരെ കൊല്ലുമെന്നാണ് അവരുടെ ഭയം. അല്പസമയത്തിന് ശേഷം ഒരു കെട്ടിടത്തിൽ നിന്ന് തൂങ്ങി നിൽക്കുന്ന നിലയിൽ മിസ്റ്റർ ജൂവിനെ ആളുകൾ കണ്ടെത്തുന്നു. മർദ്ദനമേറ്റ നിലയിലായിരുന്നു അദ്ദേഹം. ഇനി കാണിക്കുന്ന സീൻ ആ ഉത്തര കൊറിയൻ മേലധികാരിയായ റീ യൂങ് റോങ്ങിനെ ഒരു ആശുപത്രിയിലെ VIP വാർഡിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിക്കുന്നു. SMD ഏജന്റുമാർ അവനെ ചോദ്യം ചെയ്യുകയും ഉത്തര കൊറിയയുടെ മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള നിർണായക വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്യുന്നു. എല്ലാ വിവരങ്ങളും നൽകിയ ശേഷം മക്കാവിലേക്ക് പോകാൻ തന്നെ അനുവദിക്കണമെന്ന് ആ ഉത്തര കൊറിയൻ മേലധികാരി ആവശ്യപ്പെടുന്നു. ആ രാത്രിയിൽ ഡോക്ടറുടെ വേഷത്തിൽ മിസ്റ്റർ കിം ആശുപത്രിയിൽ കടന്ന് കാവൽക്കാരെ കീഴടക്കുന്നു. അതിനുശേഷം ആ ഉത്തര കൊറിയൻ മേലധികാരിയായ റീ യൂങ് റോങ്ങിനെ ആംബുലൻസിൽ കൊണ്ടുപോയി പുതിയ ഏജൻറ്റ് 66ൻ്റെ അടുത്തെത്തിക്കുന്നു. ന്യൂ 66 കിമ്മിനും മിൻജിക്കും പുതിയ ജീവിതത്തിനായി ആശംസകൾ നേർന്ന് താനും ജീവനോടെ തുടരുമെന്ന് പറയുന്നു. ആ ഉത്തര കൊറിയൻ മേലധികാരിയെ തട്ടിക്കൊണ്ടുപോയ വിവരം അറിഞ്ഞിട്ടും SMD മേധാവി അവനെ തിരയേണ്ടതില്ലെന്ന് ഉത്തരവിടുന്നു. ആവശ്യമായ വിവരങ്ങൾ അവർ ഇതിനകം ആ ഉത്തര കൊറിയൻ മേലധികാരിയിൽ നിന്ന് നേടിയിരുന്നു. പിന്നീട് കാണിക്കുന്ന സീൻ ആ ഉത്തര കൊറിയൻ മേലധികാരി ഏതോ കടൽ തീരത്ത് നിന്ന് ബോധം തിരിച്ചു കിട്ടി എണീക്കുന്നു. അപ്പോഴാണ് അയാൾ മനസ്സിലാകുന്നത് താൻ വീണ്ടും ഉത്തര കൊറിയയിലാണ് വന്നിരിക്കുന്നു എന്ന്. ശരീരത്തിൽ ഒളിപ്പിച്ചിരുന്ന രഹസ്യ കാർഡും അയാളിൽ നിന്ന് അപ്രത്യക്ഷമായിരിക്കുന്നു. മാത്രവുമല്ല 4 പാടിൽ നിന്നും ആ ഉത്തര കൊറിയൻ സൈനികർ ആ ഉത്തര കൊറിയൻ മേലധികാരിയെ വളയുന്നു. ഇതോടുകൂടി അയാൾക്ക് മനസ്സിലായി ഉത്തര കൊറിയൻ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഞാൻ വീണ്ടും പിടിക്കപ്പെട്ടു എന്ന്. നെക്സ്റ്റ് കാണിക്കുന്ന സീൻ കിം തൻ്റെ പരിചയക്കാരനെ ബന്ധപ്പെട്ട് ജൂഹ കൺസ്ട്രക്ഷൻ കമ്പനിക്കെതിരെ അന്വേഷണം ആരംഭിക്കാൻ സഹായം തേടുന്നു. രാഷ്ട്രീയ നേതാക്കളുമായുള്ള സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള അന്വേഷണം ആരംഭിക്കുന്നു. അസംബ്ലിമാൻ കാങ്ങിനെ ചോദ്യം ചെയ്യലിനെ വിളിക്കുകയും ഉപമന്ത്രിയെ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതിനിടെ പിടികൂടുകയും ചെയ്യുന്നു. ഈ ടൈം
കംബോഡിയയിലായിരുന്ന ഹേറി ഈ വാർത്ത കേട്ട് ഞെട്ടുന്നു. ആശുപത്രിയിൽ ചികിത്സയിലായിരുന്ന മിസ്റ്റർ ജു ഡിസ്ചാർജ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ മാധ്യമപ്രവർത്തകർ അദ്ദേഹത്തെ വളയുന്നു. അപ്പോഴാണ് ഗോൾഡൻ ടീത്ത് ജനങ്ങളുടെ മുന്നിൽ വെച്ച് മിസ്റ്റർ ജുവിനെ കുത്തിക്കൊല്ലാൻ ശ്രമിക്കുന്നത്. ഉടൻ തന്നെ ഗോൾഡൻ ടീത്തിനെ അറസ്റ്റ് ചെയ്യുന്നു. SMD മേധാവ് മിസ്റ്റർ കിമ്മിനോട് ഏജന്റ് ഔദ്യോഗികമായി മരിക്കണമെന്ന് പറയുന്നു. അതിനുശേഷം കാണിക്കുന്നത് ഒരു റിസോർട്ടിന് സമീപം 40 വയസ്സുള്ള ഒരാൾ വെടിയേറ്റ് മരിച്ചുവെന്ന വാർത്ത പ്രചരിക്കുന്നു. മിൻജി അത് തൻ്റെ അച്ഛനാണെന്ന് കരുതി ദുഃഖിക്കുന്നു. ഉത്തര കൊറിയയും കിം മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ കിം ജീവനോടെ ഉണ്ടായിരുന്നു. പിന്നീട് മിൻജിയുമായി അദ്ദേഹം ഹൃദയസ്പർശിയായ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. ഇരുവരും പുതിയ പേരുകളിലും പുതിയ ജീവിതത്തിലും ജീവിക്കാൻ തീരുമാനിക്കുന്നു. മിൻജിയുടെ പുതിയ പേര് കിം ജി മിൻ എന്നാകുന്നു. അതിനുശേഷം SMD ഏജന്റുമാർ ഒരു കൂടിക്കാഴ്ച നടത്തുന്നു. അവർ പറയുന്നുണ്ട് ഇനി മോൾ ക്രിക്കറ്റും കിമ്മും പരസ്പരം കാണരുതെന്ന്. ആ ടൈം മിൻജിയും ആ അഭിപ്രായം തന്നെ പങ്കുവയ്ക്കുന്നു. ഇതിനിടയിൽ മോൾ ക്രിക്കറ്റ് മിൻജിക്ക് ഒരു ഹെയർ പിൻ സമ്മാനമായി നൽകുന്നു. ലോണ്ടറി ഷോപ്പിൻ്റെ ഉടമ ഹോയും കിമ്മിന് ഒരു പുതിയ സ്യൂട്ട് സമ്മാനിക്കുന്നു. ഇതോടുകൂടിയാണ് അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് ഹോ ആണെന്ന് പ്രേക്ഷകർ അറിയുന്നത്. എന്നാൽ മിസ്റ്റർ കിമ്മിൻ്റെ യഥാർത്ഥ പേര് ഇപ്പോഴും വെളിപ്പെടുന്നില്ല. ഏറെയുടെ ബുള്ളിയിങ് വിവാദത്തെ തുടർന്ന് മിൻജി സ്കൂൾ മാറാൻ തീരുമാനിക്കുന്നു. അവൾ നാംഹൂണിനെ വീണ്ടും കാണുന്നു. അവൻ ക്ഷമ ചോദിച്ച് സൗഹൃദം തുടരാമോ എന്ന് ചോദിക്കുമ്പോൾ മിൻജി അത് നിരസിക്കുന്നു. യാത്ര പറയുന്നതിന് മുമ്പ് അവൾ തൻ്റെ നെയിം ടാഗ് അവന് കൈമാറുന്നു. മിസ്റ്റർ കിമ്മും മിൻജിയും പുതിയ വീട്ടിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നു. ഹാൻസും ജിൻചോളും അവരെ സഹായിക്കാൻ എത്തുന്നു. പിന്നീട് സൂഷിയും കിംജിയും കഴിക്കാൻ പോകുന്നു. മിൻജിയുടെ വോയിസ് ഓവറിൽ എല്ലാവരും പതിയെ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെന്ന് പറയപ്പെടുന്നു. ഒരേ ഒരു വ്യത്യാസം, മുമ്പത്തേക്കാൾ കൂടുതൽ ചിരിക്കാൻ മിസ്റ്റർ കിം ഇപ്പോൾ പഠിച്ചു എന്നും അവൾ പറയുന്നു. അവസാനം മിൻജി പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ അച്ഛൻ സാധാരണ ഒരു മധ്യവയസ്കൻ മാത്രമാണ്, പക്ഷേ കുടുംബത്തിനായി എന്തും ചെയ്യാൻ തയ്യാറായ ഒരാളാണ്. പിന്നീട് കാണിക്കുന്നത് പുതിയ ജോലി അന്വേഷിക്കുന്ന കിം ലീഡോ എന്ന ഉയരമുള്ള ഒരാളെ കാണുന്നു. അദ്ദേഹമാകട്ടെ കിമ്മിൻ്റെ കഴിവുകൾ പരീക്ഷിക്കാൻ ഒരുങ്ങുന്നു. അതോടെ കിമ്മിൻ്റെ പുതിയ ജീവിതം മറ്റൊരു ദൗത്യത്തിലേക്ക് നീങ്ങുമെന്ന സൂചനയോടെ സീരീസ് അവസാനിക്കുന്നു. അങ്ങനെ ഏജന്റ് കിം റീആക്ടിവേറ്റഡ് എന്ന സീരീസ് ഇതോടുകൂടി അവസാനിക്കുന്നു.